Yes, good afternoon. Now you can mark your attendance. Good afternoon. Yes, good afternoon. Good afternoon. പേരടിക്കുമ്പോ പാസ്വേഡ് അടിക്കേണ്ടത് വരുന്നുണ്ടല്ലോ. Okay, വേഗം attendance mark ചെയ്യാം മക്കളെ. Yes, mark your attendance. Good afternoon, teacher. Okay, good afternoon. Good afternoon. Did everybody mark your attendance? Yes. Yes. And now, I don't know which lesson she was taking. Please tell me which lesson was taken by Jayashree Miss. Page number? Addition. Page number? Addition. 130. 113. 112. 12. That Yes. Miss? is that exercise? Yes. Okay. Have you done that? Miss, അത് ഏഴത്തെ ക്വസ്റ്റ്യൻ മിസ് നമുക്ക് ഹോംവർക്ക് ഉണ്ട്. ബി മിസ് അത് അടുത്ത പേജാണ്. അത് കഴിഞ്ഞ അടുത്ത പേജാണ്. I am asking whether you have. Okay. Please stop talking. Stop. Wait. Let me ask whether you have completed that exercise. Yeah. Find the sums. Page 112. അത് കംപ്ലീറ്റ് ചെയ്തതാണോ? Yes or no? അത്ര എനിക്ക് അറിഞ്ഞാൽ മതി. Yeah. A section. Some are telling yes. Some are telling no. Yes. ഞാൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. നീ ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളതല്ല. ടീച്ചർ ചെയ്യിപ്പിച്ചായിരുന്നോ ഇല്ലയോ, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞായിരുന്നോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. പറഞ്ഞു. Then who all did not do that? മിസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തത് ആരൊക്കെയാണ് ഇനി? യെസ് നോ എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളോ ടു റൈസ് ദ ഹാൻഡ്? ബാക്കിയുള്ളവരൊക്കെയോ ചെയ്തതാണോ? ചെയ്തിട്ടില്ല. ഓക്കെ. വൈ കുര്യൻ ഡിഡ് നോട്ട് ഡു ആൻഡ് ആൻസൺ ഓൾസോ? പേജ് നമ്പർ 112. കേൾക്കുന്നില്ല. ആർക്ക്? ഫാത്തിമ മെഹറിൻ. What about the others? Others, can you hear? Yes. Yes. അപ്പൊ മെഹറിൻ, ഇത് ഇവിടുന്നുള്ള പ്രോബ്ലം അല്ല, മെഹറിന്റെ ഫോണിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. മെഹറിന് മാത്രമേ കേൾക്കാതെ ഉള്ളൂ, ബാക്കി കുഞ്ഞുങ്ങൾക്കെല്ലാം കേൾക്കുന്നുണ്ട്. സോ മെഹറിൻ അതിന്റെ വോളിയം കൂട്ടി വെക്കോ, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യേ. Okay, then Mehrin has to mute yourself. Okay, see those who have not done. Kurian Joseph and answer. What about the others? Binya and all have you completed? Work A, page number 112, exercise 3.3. Find the sums. Yes. In the vaigunneram or after this class, those who have written that, please take the photo of that and send to me. എല്ലാവരും നിങ്ങൾ ചെയ്തവരും ചെയ്യാനുള്ളവർ ചെയ്തിട്ടും എനിക്ക് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. മനസ്സിലായോ? എവരിബഡി ചെയ്ത് കഴിഞ്ഞവർ തന്നെ അയച്ചു തരണം ടീച്ചറെ. യെസ്, എല്ലാവരും എന്ന് പറയുമ്പോ ചെയ്ത് കഴിഞ്ഞവരും ചെയ്യാനുള്ളവർ ചെയ്തിട്ടും എനിക്ക് അയച്ചു തരിക. ഓക്കെ. എന്ത് ചെയ്തിട്ട് എന്ത് ഹോംവർക്ക് ചെയ്തിട്ടാണ് ആരാ ചോദിക്കുന്നത് എന്ത് ഹോംവർക്കാന്നുള്ളത്? Who asked? മിസ് Answer me. എന്താണ് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത്? അത് ആരാണ് ചോദിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫാത്തിമ മെഹറിൻ യൂട്യൂബ് ക്ലാസ് കേൾക്കണം കേട്ടോ. അപ്പൊ കേൾക്കുന്നുണ്ടോ? Can you hear clearly? മിസ് അതല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറ മോളെ. Can you hear clearly? Yes.
യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ നിൽക്കാതെ മിസ് പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മിസ് പറഞ്ഞു പേജ് 112. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ 4 or 5 തവണ ഇപ്പൊ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച മോൾക്ക് കേൾക്കാൻ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ മിസ് എത്ര തവണ പറഞ്ഞാലും മോൾക്ക് കേൾക്കൂല. അതുകൊണ്ടാണ് ചോദിച്ചത്. സോ പേജ് 112 എക്സസൈസ് എ ഫൈൻഡ് ദ സംസ് എന്നുള്ള വർക്ക്. അത് 1 2 3 4 5 6 7 ടോട്ടലി 16 are there. Yes. Yes. Adhe mone. So hereafter I will teach you maths. So you should send today onwards. The homework should be sent to me. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നിങ്ങളെ മാത്സ് പഠിപ്പിക്കുന്നത് മേഴ്സി മിസ് ആണ്. അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ ഹോംവർക്കും മാത്സിന്റെ ഹോംവർക്കും മേഴ്സി മിസ്സിന്റെ നമ്പറിലേക്കാണ് അയച്ചു തരേണ്ടത്. ഇനി അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി ആരൊക്കെ കേൾക്കാത്തവരോട് പറയാണ്, പേജ് നമ്പർ 112 എക്സസൈസ് നിങ്ങൾ കുറെ പേര് ചെയ്തു, കുറെ പേര് ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്തതിന്റെ ഫോട്ടോ എനിക്ക് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അയച്ചു തരിക. ചെയ്യാത്തവര് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിച്ചിട്ട് ആ ഹോംവർക്ക് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരിക. മനസ്സിലായോ? മെഹറിൻ, are you clear? Yes. Yes. Okay. Now mute. Please, Binoy ചെയ്തു. എനിക്ക് ഇടയ്ക്ക് കേൾക്കുന്നില്ല. ആൻസർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഒന്ന് പ്ലീസ് റിപ്പീറ്റ്. Someone has talked in between. Exercise 3.3 മാത്രം അയച്ചാൽ മതിയോ? ഞാൻ ബാക്കി പറയും മോനെ. അടുത്തതും കൂടെ നമ്മൾ നോക്കൂ. അതൊന്ന് മൈനസ് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ അത് ഞാൻ പറയാം. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. റൈറ്റ് HW there. HW someone has been completed. Some students have already completed. Some have to be completed. ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളവര് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ഐ തിങ്ക് someone has unmuted. അതാരാണ് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് സൗണ്ട് വരുന്നുണ്ട്. സിനാനാന്ന് തോന്നുന്നു അല്ലേ? സിനാൻ ഒന്ന് മ്യൂട്ട് ചെയ്ത മോനെ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ നൗ. Shakshat, please mute. Okay, now it's clear. 1 second, let me take the photo of your class. Okay. Now, മക്കളെ ഞാൻ നിങ്ങളുടെ വീഡിയോ ആക്കി, പക്ഷെ ആകുന്നില്ല. അതെല്ലാം കൂടെ ഒന്നിച്ച് ശരിയാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2-3 വീഡിയോ ആക്കിയാലോ? ഒറ്റ ഇതിൽ പോകുന്നില്ല. 2-3 ആക്കിയാലോ? അല്ലെ ഫോണിൽ അത് പോകില്ല. അതായത് ഇൻഷോട്ടില്. അതർവൈസ് നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടാക്കിയാലോ? അതാണെങ്കിൽ ഓക്കെ. നമ്മൾ കഴിഞ്ഞ തവണ വി ഹാവ് ഡൺ ഇറ്റ് അവർ ഓൺ ഫോട്ടോ, യുവർ ഓൺ ഫോട്ടോ. എന്നിട്ട് കുട്ടികളുടെ മാത്രം ഫോട്ടോ നമ്മൾ കഴിഞ്ഞ തവണ എടുത്തിട്ട് സൂപ്പർ ആയിട്ട് എടുത്തു അല്ലേ? സമരം പേടിച്ചു പോയി. ഇനിയിപ്പോ പപ്പേനും മമ്മീനും കൂട്ടാൻ ദുബായിക്ക് പോകണമെന്നല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്താലോ? സിനാൻകുട്ടനൊക്കെ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കിട്ടിയിട്ട് ഫാമിലി വീഡിയോ എടുത്ത് അയച്ചു തന്നത് അല്ലേ? പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോ അതൊന്നും ആകുന്നില്ലട കുഞ്ഞെ. സിനാന്, പിന്നെ ഒരു മുഹമ്മദ് ടി, പിന്നെ നമ്മുടെ ഷിഫാന ഉണ്ടായിരുന്നു. ഷിഫാനയൊക്കെ ഒത്തിരി വഴക്ക് കിട്ടായിരുന്നു അയച്ചു തരാഞ്ഞിട്ട്. ഇനി എവിടെ ഉണ്ടാ? ഇല്ല, ക്ലാസ് കയറിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെ? ഷിഫാനെക്കുട്ടി എന്തോ ഹോസ്പിറ്റലാണ്. ഷിഫാനയുടെ ബ്രദറിന് അത് ഫീവറോ അങ്ങനെ എന്തോ ആയിട്ട്. ഓക്കെ, നമുക്കിന്റെ സമയമുണ്ട്. 2-3 ദിവസം കൂടെ ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്താലോ? എല്ലാവരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. നിങ്ങൾ വീട്ടിൽ കാണൂല്ലോ എല്ലാവരും, പപ്പയും മമ്മിയും ചേട്ടനും അനിയനും അനിയത്തിയും ഇനി ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ.
ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അയച്ചോ, ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിട്ട്. എനിക്ക് ഇന്ന് തന്നെ അയച്ചോ. പപ്പ ഉള്ളപ്പോഴെ പിടിച്ചിട്ട് വേഗം കൊടുത്ത് നിർത്തിട്ട് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്താൽ മതി, എന്നിട്ട് അയച്ചാൽ മതി. കിട്ടുകളില്ല, പപ്പ പോയാൽ പിന്നെ കിട്ടൂല. ഓക്കെ. എക്സസൈസ് 3.3 Yes, A is 16 problems are there. 16 and 16 also you have to do. Okay. 16 ചെയ്യാം. ഞാൻ അതിൽ 8 ചെയ്തിനെ. ബാക്കിയും കൂടെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണമെന്നാണ് ഇത്രേ സമയം മിസ് പറഞ്ഞത്. ഈ മെഹറിന് ചെവിക്ക് കേൾവി കുറവുണ്ടോ? അത് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നില്ലയോ? എന്താ പ്രശ്നം മെഹറിന്? ഓക്കെ ഡിയേഴ്സ്, ഞാൻ ഒന്നും കൂടെ നോക്കാം. ഞാൻ 2-3 ഇതിലൊക്കെ ആയിട്ട് നോക്കി, അത് ഒന്നിച്ചങ്ങ് പോകുന്നില്ല സംഭവം മുന്നോട്ട്. ഇത്രയില്ല, എല്ലാവരുടെയും കൂടെ നമ്മൾ 30 സ്റ്റുഡൻസ് ആർ there, isn't it? അന്നാവർഗീസ് ഇന്ന് പുതിയ ലുക്കിലാണല്ലോ. ഓക്കെ, സോ ആ 30 സ്റ്റുഡൻസിന്റെ വീഡിയോ വന്നപ്പോഴത്തേനും കുറെ ലോങ്, അത് കുറെ MB ആണ്, അത് പോകുന്നില്ല. ഞാൻ നോക്കട്ടെ, കുറച്ച് പക്ഷേ 3-4 വീഡിയോ ഒക്കെ ആയിട്ട് നോക്കാം. ഇനി നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ദാറ്റ് വിൽ ബി ബെറ്റർ. ഫാമിലി ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തയക്കാം. നമുക്കത് അതാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പോലെ സൂപ്പർ ആയിരുന്നു. ഐ ആൻഡ് മൈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തിട്ട് അല്ലേ, ഐ ആൻഡ് മൈ ഫാമിലി മെമ്പേഴ്സ്. പക്ഷെ ഇപ്പൊ ചിലവരുടെയൊക്കെ ഫാദർ ഒന്നും വീട്ടിലില്ലാത്തവരൊക്കെ കാണും, ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ. അങ്ങനെയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. വീട്ടിലേതായാലും ഫാമിലി ഫോട്ടോ എടുത്ത് വെച്ചതുണ്ടെന്നറിയില്ല, അത് എടുത്തിട്ട് തന്നാലും മതി. ഓക്കെ. പിന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാന്ന് വെച്ചാലും പലരും പല ടൈപ്പ് ഇതിൽ നിന്നിട്ടൊക്കെ ഉള്ള ഫോട്ടോയാണ്. പപ്പ അവിടെ, മമ്മി ഇപ്പുറത്ത് വന്ന് മമ്മീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. വീഡിയോയിൽ ഇസ് ഓക്കെ, പക്ഷെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല, അത് വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. Leave it now. Next, B, fill in the missing digits. This type of problem you have done. Please don't off your video. I want to see your video also. Shaksad, what is going on there? Shaksad is running inside the house. Are you? No. Okay, now, see, did everybody mark your attendance? Then now see B, page 112. And മെഹറിൻകുട്ടി എവിടെ? മെഹറിൻകുട്ടിക്കാണ് കേൾക്കാത്ത പ്രശ്നം. മെഹറിൻകുട്ടി കേൾക്കുന്നുണ്ടോ? നമ്മളെ കേൾക്കുന്നുണ്ടോ? Okay, dear. Fill in the missing digits. B section, see that. First one is done already. അവിടെ മിസ് ചെയ്തത് 1 എന്നുള്ള നമ്പർ ആണ്. അപ്പൊ ഇത് ഇനി നമ്മള് നെക്സ്റ്റ് വണ്ണിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വൺ നോക്കിക്കേ. സെക്കൻഡ് വൺ ബി, ബിയിലെ സെക്കൻഡ് വൺ, see that, notice that. B section B, second one. Okay, now you can do it that there is self. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടെങ്കിൽ you can do, but don't write before I say. ഞാൻ പറയുന്നതിന് മുന്നേ എഴുതരുത്. മക്കളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും പെൻസിൽ താഴെ വെച്ചേക്കുക. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അവിടെ ഫില്ല് ചെയ്താൽ മതി. Because I am going to tell you only one answer. The rest you have to do by yourself. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്ന പറയുന്നത്. ഓക്കെ, ഒരെണ്ണം മാത്രമേ മിസ് ഹെൽപ്പ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡു ബൈ യുവർസെൽഫ്. ഒരു കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. മിസ് എല്ലാ ദിവസവും ഇനി മാത്സിന്റെ ഹോംവർക്ക് തരും. മാത്സ് ഇല്ലാത്ത ദിവസവും ഉള്ള ദിവസവും എല്ലാം തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം. കാരണം നമ്മുടെ ലെസൺ ഒരുപാട് പുറകിലാണ്, ഒത്തിരി ക്ലാസ് മിസ്സായിട്ടുണ്ട്. പിന്നെ നമുക്ക് പോർഷൻ സ്പീഡിൽ പോകുന്നില്ല. ഈ പുസ്തകത്തിലുള്ള മാത്സ് മുഴുവൻ പഠിച്ചു തീർക്കുകയും ചെയ്യണം. എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഡെയിലി ഹോംവർക്ക് ഒക്കെ തന്ന് ഫിനിഷ് അപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അനീറ്റ മോളെ, ഞാൻ 2 ഹോംവർക്ക് അനീറ്റയ്ക്ക് തരും പണിഷ്മെന്റ് ആയിട്ട്. എല്ലാവർക്കും 1 തരുമ്പോ അനീറ്റയ്ക്ക് 2 എണ്ണം തരും. അനീറ്റ അവിടെ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. What's that? Your mummy or sister or father or grandma? Anita Kutti, what's that? Okay, yes. First one അവിടെ തന്നിട്ട് പോകും. ഇനി സെക്കൻഡ് വണ്ണില്ല നോക്കണം. സൊല്യൂഷൻ ഇവിടെ നമുക്ക് സ്ക്രീൻ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ മിസ്സിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ഇതിനെ ഏത് ലെസൺ ആണെന്നൊന്നും മിസ്സിന് അറിയത്തുമില്ലായിരുന്നു. അതുകൊണ്ട് now see, സെക്കൻഡ് വണ്ണില് 3-4 4 5 6 -0 -.
ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ താഴെ ആൻസേഴ്സ് 906. 906 is the answer. Okay. Now 4 plus 6 is how much? Dominic Viju, please answer. 4 plus 6 how much? Alison Wonderland പോലെ ഇരിക്കുകയാണ് നമ്മുടെ ഡൊമിനിക് വിജു. പേര് കേട്ടിട്ട് ഓക്കെ. പ്ലീസ് അൺമ്യൂട്ട്. 6. ഞാൻ ചോദിച്ചത് അതല്ല. 6 plus 4 how much? ഞാൻ ചോദിച്ചാല് ഡൊമിനിക് ബിജു ആണ്. അതേഴ്സ് ബി സൈലന്റ്. Only Dominic has to answer. Okay, 6 plus 4 is 10. ഇനി 10ന്റെ കൂട്ടത്തിൽ എത്രയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഞാൻ ഇവിടെ പറയുമ്പോൾ ഡൊമിനിക് അങ്ങോട്ട് നോക്കുന്നത് പുസ്തകത്തിലാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ മിസ്സിനെ നോക്കണം കേട്ടോ. ഓക്കെ, ആൻസറിൽ നമുക്ക് 6 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 10 വന്നു. അപ്പൊ 10ന് 0 ആണ് എഴുതേണ്ടത്. ബട്ട് 0 അവിടെ തന്നിട്ടില്ല. അപ്പൊ ഒരു നമ്പർ നമുക്ക് മിസ്സിംഗ് ആണ് ലാസ്റ്റ് ലൈനില്. സോ 10ന്റെ കൂടെ which number when we add we will get 6. 6 means that value is 16, isn't it? Okay, 10 plus which number should be added? Dominic has to unmute. I will try to share the screen. Dominic, wait. Miss, എത്ര പേജ് നമ്പർ? അതാരാണാവോ? പേജ് നമ്പർ 112. 305 അല്ലേ? അല്ല, 3-5. സോറി 4 ആണല്ലോ അല്ലേ? 4. നെക്സ്റ്റ് ലൈനില് 4, 5, 6. ആണെങ്കിൽ 4, 5, 6. നെക്സ്റ്റ് ലൈന് ഡാഷ് 0 dash. Okay, answer is okay. This one's answer is 9, not 6. 906 അല്ലേ? Okay, where is my Dominic? Okay, Dominic, please unmute. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡാഷ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ, അത് ഞാൻ അവിടെ. ഓക്കെ ഡൊമിനിക്, 3-4, 4, 5, 6, -0, answer is 906. Now answer you have said 4 plus 6 is equal to 10, isn't it? Okay Dominic, that much is correct, but then here one number is missing. You have to find out that number, but answer will be 6. So ഇവിടെ നമുക്ക് 10 എന്ന ആൻസർ കിട്ടി. ആ 10ന്റെ കൂടെ എത്ര കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 6 കിട്ടുന്നത്? ഹിയർ 16 ആണ് അല്ലേ? ഓക്കെ, 16 കിട്ടണമെങ്കിൽ ഈ 10ന്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്താലാണ് 16 കിട്ടുക? 10 plus no, I am asking to Dominic. Please Dominic answer. Anika, don't worry, I will give you chance. Okay? ഇപ്പൊ Dominic, ക്രിസ്റ്റി ലിബിൻ എന്താ പണിയുന്നേ? ഓക്കെ, ആര് സ്ക്രീനിൽ വച്ചേക്കല്ലോ കേട്ടോ, അടിച്ച് ശരിയാക്കും. ഞാൻ പറഞ്ഞേക്കാം, ചൂരിൽ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം വഴക്ക് ഞാൻ വോയിസ് മെസ്സേജ് വിടും. ഓക്കെ, പറഞ്ഞോ മൊത്തേ. ഡൊമിനിക്ക് 10 ഉണ്ട്. 10ന്റെ കൂടെ എത്ര കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 16 കിട്ടുന്നത്? So what you have to do? 10 fingers കഴിഞ്ഞിട്ട്
കൗണ്ട് ചെയ്യണം. 11, 12, 13, 14, 15, 16 അല്ലേ? സോ എത്ര ഫിംഗേഴ്സ് ഉണ്ടത്? 6. Dominic? Yes, miss. ഓക്കെ. 10ന്റെ കൂടെ എത്ര ഫിംഗേഴ്സ് കൂട്ടിയപ്പോഴാണ് മോന് 16 കിട്ടിയത്? 10 കഴിഞ്ഞ 11, ആഫ്റ്റർ 10 11, 12, 13, കൗണ്ട് 13, 14, 15, 16. 6. 6. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്. മിടുക്കനാണ്. 6. ഓക്കെ. സോ യു ഹാവ് ടു, ഇത് ശരിയാവത്തില്ല. അതവിടെ 6 ആണ് കേട്ടോ. ഇത് നീ ഇപ്പം ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. ഡിലീറ്റ് ചെയ്താൽ മൊത്തം പോകും അല്ലേ? മിസ് അങ്ങനെ എഴുതിയാ മനസ്സിലാവും. ഇല്ല, അവിടെ വര വന്നതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. എന്റെ ആദ്യം മുട്ടിപ്പോയില്ലേ? നമ്മുടെ മൗസ് കുറച്ച് ക്ലിയർ ഇല്ല, അതുകൊണ്ട് വരയ്ക്കുന്നവർക്കല്ല പോയി ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. Okay, 6 അവിടെ വന്നു. Okay, that means here 16 and the remainder will be there, isn't it? Oh, what is the remainder? Remainder എത്രയാണ്? 1. 16ന്റെ 6 ഇവിടെ വന്നു, ബാക്കി 1 ഇവിടെ വരണ്ടേ? Small 1 വന്നായിട്ട്. അത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല അല്ലേ? That is a remainder. Answer, where are you looking? Look at the screen. Now that remainder we will write in one side. Remainder is there. Now here we don't know which number should be written. ഇവിടെ first number ഏതാണെന്ന് അറിയില്ല. 3 കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഡാഷ് ഉണ്ട്. We don't know. 5. 5 plus 0, how much, Dominic? 5. 5. ഓക്കെ. ആ 5ന്റെ കൂടെ ഇവിടെ ഒരു 1 നമ്മുടെ റിമൈൻഡർ ഈസ് ദർ. ബാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? റിമൈൻഡർ. ഓക്കെ. ദാറ്റ് റിമൈൻഡർ ഷുഡ് ബി ടേക്കൺ ഹിയർ. റിമൈൻഡറിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. 5 plus 1 is equal to 6. isn't it? 5 plus 1 is equal to 6. ഇനി 6ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ, which number if we add we will get 0 here. 0 means here it will be 10, isn't it? Okay. 6 plus how much is equal to 10? 6ന്റെ കൂടുതൽ. Okay, don't look at the mother, please look here. Follow the method. After 6, 7, 8, count like that way. Dominic, count like that way. 7, 8, 9, 10. Okay, then how many fingers you have folded? എത്ര ഫിംഗേഴ്സ് ഇപ്പൊ മടക്കി? 9. No. 1. ആൻസർ ചെയ്യുന്ന ആരാണ്? ഞാൻ ഡോമിനിക്കിനോടാണ് ആൻസർ ചെയ്യാൻ പറഞ്ഞത്. Only Dominic has to answer. Please, others be silent. 4. Okay, 4. So here we have to add 4. ഇവിടെ നമുക്ക് 4 and 4 plus 5 and 9 plus 1 is equal to 10. 0 we have added. Again remainder is there. Remainder ഉണ്ട്. നമ്മുടെ 10ന്റെ 0 എഴുതി ഇവിടെ റിമൈൻഡർ ഉണ്ട്. ആ റിമൈൻഡറിനെ നമ്മൾ ഇവിടെ കൂട്ടണം. അപ്പം 4 plus 3 is equal to how much? 4 plus 3 how much, dear Dominic? 4 plus 3 is equal to how much? 4 plus 3 how much? 7. 7. Okay, good. 7 plus our remainder is there. നമ്മള് ഇപ്പത്തെ ഒരു റിമൈൻഡർ ഇവിടെ ഉണ്ട് അല്ലേ? ആ റിമൈൻഡർ 7 plus 1 is equal to 8. 8. 8. Now the answer is here 9. So 8ന്റെ കൂടെ എത്രയും കൂടെ ചേർത്താലാണ് 9 കിട്ടുന്നത്? 1. 1. ഓ, അതാരാണ് വിളിച്ചു പറയുന്നത്? 2കാരൻ. Okay, so this will be the answer 104. One second, I will now write clearly here. 344 lakh. Okay, Dominic, yeah, very good boy.
344, 456, and the next one is 106. Answer will be 906. Okay, now see, don't write answer, please listen. Okay, now see how we have added. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല കാരണം ഞാൻ കുറച്ചെണ്ണം ടൈപ്പ് ചെയ്യുകയും ബാക്കിയുള്ളത് ഈ മൗസ് വെച്ച് പറിച്ചു കൊടുത്തു ക്ലിയർ ആയില്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 + 6 ആയിരുന്നു. 4 + 6 is equal to 10. 10 + 6 is equal to 16. ഇവിടെ 16 ആയിരിക്കണം. ഈ ആൻസർ എവിടെയാ നോക്കുന്നേ? ബുക്കെ നോക്കിയിരുന്ന ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്നത് മനസ്സിലാവുമോ? ആൻസർ കൂട്ടാ കുഞ്ഞിവിടെ നോക്കിക്കേ. മെഹറിൻ എന്തിനാ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നേ? മെഹറിൻ സോറി അൺമ്യൂട്ട് ചെയ്തേക്കുന്നേ. മെഹറിൻ പ്ലീസ് മ്യൂട്ട്. someone else has unmuted. അൺമ്യൂട്ട് ചെയ്ത ആൾക്കാർ വേഗം മ്യൂട്ട് ചെയ്ത് വെച്ചേ. So we have to add 6 with that. 4 + 6 is equal to 10. 10ന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടിയാലാണ് നമുക്ക് 16ന്റെ 6 ഇവിടെ കിട്ടുന്നതെന്ന് നോക്കുക. അപ്പൊ 6 ആ 6 ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്. നെക്സ്റ്റ് റിമൈൻഡർ ഉണ്ട്. അതിലൊരു റിമൈൻഡർ വന്നിട്ടുണ്ട്. 16ന്റെ 6 only we have written 1 റിമൈൻഡർ. ഇപ്പോഴത്തെ ടെൻസിന്റെ ഭാഗത്തുള്ള 1 റിമൈൻഡർ ഉണ്ട്. ആ റിമൈൻഡറിനെ നമ്മൾ ഒരു സൈഡിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഓർത്തിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ മൈൻഡിൽ സൂക്ഷിച്ചാൽ മതി. അതർവൈസ് യു ഹാവ് ടു റൈറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദ ബുക്ക്. സോ റിമൈൻഡർ ഇവിടെ വന്നു. ആ റിമൈൻഡറിന്റെ കൂടെ ഇവിടെ നമുക്ക് ഒന്നുമില്ല, ഡാഷ് ആണ് തന്നിരിക്കുന്നത്. 5 ഉണ്ട്. 5 + 0 is equal to 5 itself. Then we will add that reminder with that. അതിനെ റിമൈൻഡറിന്റെ കൂട്ടി നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 5 + 1 is equal to 6. 6 + 4 is equal to 6 + 4 is equal to 10. So 10ന്റെ 0 ഇവിടെ ചെയ്തു. Again one more reminder is there. ആ റിമൈൻഡറിനെ നമ്മൾ ഇവിടെ എഴുതി. ഇതിനെ മായ്ച്ചു കളയണം, അല്ലെ എല്ലാം കൂടെ പിന്നെ കൂട്ടി പോകും. സോ അഗൈൻ വി ഹാവ് വൺ മോർ റിമൈൻഡർ. മിസ്സിന് ഇവിടെ അത് ഒരെണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ദിസ് ഈസ് നൗ അവർ സെക്കൻഡ് റിമൈൻഡർ. രണ്ടാമത്തെ റിമൈൻഡർ ആണ്. ഈ രണ്ടാമത്തെ റിമൈൻഡറിനെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിലാണ് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3 + 4 is equal to 5. സോറി 3 + 4 is equal to 7. 7 plus this reminder. ഇവിടെ നമ്മൾ മാറ്റി വെച്ച റിമൈൻഡറിനെ, രണ്ടാമത്തെ റിമൈൻഡറിനെ, ആ റിമൈൻഡറിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പം 7 + 1 is equal to 8. 8 + 1 is equal to ഇവിടെ നമുക്ക് ഇവിടെ ഡാഷ് ആണുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ താഴത്തെ നമ്പർ നോക്കണം. അപ്പൊ 9 കിട്ടണമെങ്കിൽ 8ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 9 കിട്ടുന്നത്? ഇറ്റ് വിൽ ബി 1. So it will be 106 and answer will be 906. Did you understand? Did you understand this method? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല എങ്കിൽ ഇപ്പൊ ചോദിച്ചോ, പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതിൽ കാര്യമില്ലല്ലോ. Did you all understand? മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ യെസ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മിസ്സിന് ഒരു വോയിസ് വിടണം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പൊ മിസ് അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് വോയിസ് പറഞ്ഞു വിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഇത്രയും ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ ഒരു ഓൺലൈൻ കണ്ടന്റ് ഉണ്ട്, അത് കിട്ടിയാൽ അത് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺസ് എല്ലാം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫില്ല് ചെയ്യുക. After that you have to write in your notebook, then you should send to me. So answers എല്ലാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് അയച്ചു തരണം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് രാത്രിയിൽ പിന്നെ അയ്യോ പിന്നെ where is your homework, or മുഹമ്മദ് ടി where is the homework, ഫാത്തിമ മെഹറിൻ where is your homework എന്ന് പറഞ്ഞ വോയിസ് വിടാൻ ഇടവരുത്തരുത്. Will you send the answers today evening itself?
Because tomorrow you will have another homework. That's what. Dasamiriya കേൾക്കുന്നുണ്ടോ? ഹോംവർക്ക് എല്ലാവരും കൃത്യമായിട്ട് എഴുതി അയച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച് നോട്ടിലേക്ക് കൂടി പകർത്തിയിട്ട് രണ്ടിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം കേട്ടോ. അദ്വൈത, did you hear? Okay. Next, numbers till how much you know to write? Ajit, it's a homework, not classwork. Now pencil down. Tessa, please pencil down. Tessa Maria, please pencil down. You can write it after the class. Numbers till how much you know to write? Advaita, how much you know to write? Unmute and answer. 100. Only up to 100. Only 100. ഞാൻ യു കെ ജിയിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോ 300 വരെ എഴുതാൻ അറിയാവുന്ന യു കെ ജി സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. കണ്ടുപിടിക്കണ്ട. അനിഹ, how much you know to write up to? എത്ര വരെ എഴുതാൻ അറിയാം എന്റെ കുഞ്ഞിന്? 10, 20? 1000. 1000 വരെ എഴുതാന്ന. 5000. 5000. Who is that? 5001 or 500? 9000. അദ്വൈത എന്നോട് ഇപ്പം പറഞ്ഞതേ 100 വരെ എഴുതാൻ അറിയാന്ന്. എന്നിട്ട് ഇപ്പൊ പറയാണ് 9000 വരെ എഴുതാൻ അറിയാന്ന്. 1000. ഇതിൽ ഏതാ ഞാൻ വിശ്വസിക്കണ്ടേ? $100 or $200 or $300, $400, $500 ഇന്നലെ യു കെ ജി ചോദിച്ചപ്പം യു കെ ജി സ്റ്റുഡൻസ് നോട്ട് ടു റൈറ്റ് അപ് ടു 300 and all. 300, not 3000, 300 UKG students. Now you are in 3rd standard, isn't it? Okay, wait, I will ask everybody. Ifra, okay. Till how much you know to write, Ifra? Miss 1000. Malavika Suresh, Ifra, Malavika Suresh, please. 100. Helen Thomas. ഒന്ന് വേഗം അഡ്മിറ്റ് ചെയ്തേ, ഇപ്പൊ സമയം തീരും. 1000. Anshi Radesh. 1000. Amanna. 1000. Dominic. 2000. 2000. Gurian. 3000. Mature. Good you. Eric. 1000. 1000. Anika. 1000. 1000. Advaita. 1000. Ajit. 10,000. എന്റെ അമ്മച്ചി 8000 പോയി 10,000 എത്തി. മുഹമ്മദ് സിനാൻ. 3,000. ഋഷികേശ്. 2,000. യെസ്. മുഹമ്മദ് ടി. ഇതെന്താണ്? മുഹമ്മദ് ടി. 9,000. ഇതെന്താണ്? നമ്പേഴ്സ് എത്ര വരെ എഴുതാൻ അറിയാമെന്ന്. മോൻ എത്ര വരെ എഴുതാൻ അറിയാം? 1000. ഓക്കെ. ആൻസൺ. ഒന്ന് പറയണേ ചക്കരെ, നമ്പേഴ്സ് എത്ര വരെ എഴുതാൻ അറിയാം? സ്റ്റക്കാണോ? മിന്യ.
1000. Answer. Yes. Numbers. How much you know to write? 1000. 1000. Jewel. 8000. Hannama. 1000. Fatima Meherin. 1000. Anita Philip. 1000. Tessa Maria. Unmute. 2000. Christy Libin. Nafi. 10,000. 10,000. Christy Libin മോനെന്താ നെറ്റ് പ്രോബ്ലം ഉണ്ടോ? പിന്നെ സൗണ്ട് വരില്ല. ഓക്കെ, അഫ്ലു ഒക്കെ ഇവിടെ കണ്ടായിരുന്നല്ലോ. അഫ്ലു എവിടെ പോയി? അഫ്ല ക്ലാസ്സിൽ കയറിയായിരുന്നല്ലോ. മുങ്ങിയാ? അഫ്ലുവിനെ കാണുന്നില്ല. അഫ്ലു ഓക്കെ. ക്രിസ്റ്റി ആൻസർ ഐസോ. അഫ്ലു അവിടെ കാഞ്ഞങ്ങാട് കണ്ടാണ് താമസം. കാസർഗോഡ് കാഞ്ഞങ്ങാട്. അവിടെ കടൽ തീർത്താൻ തോന്നുന്നു. കടലിൽ കുളിക്കാൻ പോയി തോന്നുന്നു അല്ലേ? അഫ്ലുക്കുട്ടനെ കാണുന്നില്ലോ. ക്ലാസ്സിൽ കയറിയായിരുന്നു. ഞാൻ അവനെ കണ്ടതാണ്. അഫ്ലു എന്തൊരു ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ട്. എന്താന്ന് അറിയത്തില്ല. ഓക്കെ ഡിയേഴ്സ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുത്തോളാം. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് പാഠം എടുക്കുമ്പോൾ നമ്മൾക്ക് ഓൺലി ഇനി 2 more minutes are left. So homework did you understand now? Homework മനസ്സിലായില്ലേ? പേജ് നമ്പർ 112 exercise A and B. Okay? Understand now? Next Friday you will have. Today, these answers you should send it today itself. ഇന്ന് തന്നെ ആൻസേഴ്സ് എല്ലാം എഴുതിയിട്ട് അയച്ചായിരുന്നേ. നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും മിസ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും നോക്കും. ആരൊക്കെ അയക്കാനുണ്ട് നോക്കിയിട്ട് പിന്നെ നല്ല ഒരു നല്ല വഴക്കങ്ങോട്ട് വരും വീട്ടിലേക്ക്. ആൻസർ വന്നില്ലെങ്കിൽ മിസ്സിന്റെ വഴക്ക് വരും വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, ബൈ ബൈ. We'll meet you on next Friday. Bye bye. Thank you, ma'am. Go and have your lunch. Now English English class will be on Friday. Okay. Okay. Cursive writing, those who have to send it. If you don't send, you will get a punishment from me. Some students are telling that they don't know to write cursive writing and some are lazy and everybody should send the cursive writing. എന്താ മോളെ ഫാത്തിമ മേഘറിന് എന്താ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. അയക്കാത്ത ചിലവരുണ്ടെന്നേ. കൊച്ചു കള്ളന്മാരും കല്ലികളും ഉണ്ട് എന്റെ ക്ലാസ്സില്. ഓക്കെ, ബൈ ബൈ. ലവ് യു.